ഹായ് ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റിയിൽ എന്താണ് മൂവ്മെന്റ് ഉണ്ടായത്, എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 6/12/2024 വെള്ളിയാഴ്ച 24,669 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് 36 പോയിന്റിന്റെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയത് 24,633 എന്ന ലെവലിലാണ്. എന്നാൽ ഓപ്പൺ ആയ ഉടനെ തന്നെ 1 മിനിറ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം കൃത്യമായും ഒരു അപ്വേർഡ് മൂവ്മെന്റ് ലഭിച്ചിരുന്നു. അത് ട്രേഡബിൾ ആയിരുന്നു, അത്തരത്തിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ചെറിയ ടൈം ഫ്രെയിം 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ഒരു എൻട്രി ലഭിക്കുന്നതായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ വരെ മാത്രമാണ് ചെന്നിരുന്നത്. ഇവിടെയെല്ലാം സെല്ലേഴ്സ് ആയിരുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ ബൈ ഓർഡർ കൊടുക്കാൻ നമ്മുടെ സപ്പോർട്ട് ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഒരു എൻട്രി ലഭിക്കാം എന്ന് കരുതി നിന്നെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് അപ്വേർഡ് പോയപ്പോൾ തന്നെ പോയി വീണ്ടും റിവേഴ്സ് വരുമ്പോൾ നമുക്കൊരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതായി ചെറിയ ടൈം ഫ്രെയിമിൽ തുടക്കത്തിലെ നമുക്ക് അങ്ങനെ മാത്രമേ ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഹിറ്റ് ആവുന്നതായി കാണാൻ കഴിയും. എങ്കിലും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയവർ ഇവിടെ നിന്നും ഒരു എൻട്രി എടുത്തെങ്കിൽ പോലും ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് ലഭിക്കേണ്ടത്. ആ ലെവലിലേക്ക് ടാർഗറ്റ് ലഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്, ഹിറ്റായിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവർ വീണ്ടും കിട്ടിയ ഈ അപ്പ് മൂവ് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന മൈനർ റെസിസ്റ്റൻസ് ഈ ലെവലിലാണെങ്കിൽ പോലും അത്രയും ഉയരത്തിലോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായേക്കാം. അതുകൊണ്ട് ഈ ലെവലുകളിൽ എവിടെയെങ്കിലും ഉചിതമെന്ന് തോന്നുന്നിടത്ത് ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ തിരിച്ചറിവുള്ളവർക്ക്, അത്തരത്തിൽ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഇവിടം സെല്ല് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ ഡേയ്സ് ലോ ആണ് പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ്. എന്നാൽ ഡേയ്സ് ലോ നൽകാതെ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണ് ചെയ്തത്. അത് തീർച്ചയായും സെല്ലേഴ്സിനുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു. ആ ലെവലിൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയവർക്ക് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് നല്ല ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ പ്രൈസ് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് തരുമോ എന്ന സന്ദേഹം. ഇവിടെയും നമുക്കറിയാം നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മൈനർ സപ്പോർട്ടിന് തൊട്ട് അടുത്തെത്തിയെങ്കിലും അത് ടെസ്റ്റ് ചെയ്തില്ല. ഇവിടെ നിന്ന് പ്രൈസ് റിവേഴ്സ് ആവുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതും കൃത്യമായി റീഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഇവിടെ നിന്നും ഒരു ബൈ എൻട്രിയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ ഇവിടെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ഒരു നല്ല ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ ലോ ബ്രേക്ക് ചെയ്യാതെ ആണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഇന്ന് വിരസമായ ഒരു ദിവസമായിരുന്നു. ഞാൻ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നും ഇല്ല. പലരും എനിക്ക് PNLകൾ അയച്ചിരുന്നുവെങ്കിലും ഞാൻ മാർക്കറ്റിലില്ലാതെയും ചെറിയ വ്യക്തിപരമായ ആവശ്യങ്ങൾ കൊണ്ട് പുറത്തായിരുന്നുകൊണ്ടും എനിക്ക് അവയൊന്നും പബ്ലിക് ചാനലിൽ എത്ര കണ്ട് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പലരും എന്നെ കോൺടാക്ട് ചെയ്ത് ഇന്ന് എന്ത് സംഭവിച്ചു, ഞാൻ ട്രേഡ് ചെയ്യുന്നില്ലേ, മാർക്കറ്റിലില്ലേ, എന്താണ് എനിക്ക് പറ്റിയത് എന്നുള്ള ഒരാശങ്കയോടെ പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള എന്നോടുള്ള ഒരു കൺസേൺ ആണ്. അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. താങ്ക്സ് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. ഒരു വിരസമായ ദിവസം തന്നെയായിരുന്നു. ഏതാണ്ട് 120 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റി കാഴ്ചവെച്ചത്. അപ്പോൾ ഗുണകരമായ ഒരു ട്രേഡിങ്ങിന് പലർക്കും സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു ട്രെൻഡ് പ്രതീക്ഷിച്ച് നിന്ന് ആർക്കും അത് ലഭിച്ചിട്ടില്ല. ഒരു എൻട്രി എടുക്കേണ്ടി വരികയാണെങ്കിൽ പോലും വളരെ ചെറിയ ക്യാൻഡിലുകളാണ് ഇവിടെ 5 മിനിറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. ഹൈ ലോ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മൂവ് മാത്രം. അതുകൊണ്ട് അങ്ങനെ അധികം ആരും ട്രേഡ് ചെയ്തിരുന്നില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്താണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുക, നമ്മുടെ ട്രേഡ് എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്ന് ശ്രദ്ധിച്ചു നോക്കാം. കാര്യമായ വ്യത്യാസങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 24,618 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ലഭിക്കാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 24,753 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ലെവലുകൾക്കും മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ പതിവ് പോലെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ടുതാഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക.
അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ വീണ്ടും കോൾ ഓപ്ഷൻ ഡേയ്സിലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം, എന്നാൽ അതിന് മുകളിലോട്ട് കടന്നു പോവുകയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള ലെവലുകളിലേക്ക് ടെസ്റ്റ് ചെയ്തേക്കാം. ഈ ലെവലുകളൊക്കെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി തന്നെയാണ്, ഞാൻ ഒന്നുപോലും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് അവയെല്ലാം നിങ്ങളുടെ ചാർട്ടിലും ഉണ്ടാകും. സ്ഥിരമായി നിങ്ങൾ ഇത് നമ്മുടെ ചാനൽ സന്ദർശിക്കുകയും ലെവലുകൾ രേഖപ്പെടുത്തുന്നവരുമാണ് എങ്കിൽ അത്തരത്തിലുണ്ടായേക്കുന്നത് കരുതുന്നു. ഇനി ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അതല്ലെങ്കിൽ ഉചിതമായ ഒരു റെസിസ്റ്റൻസ് ലെവൽ കണ്ടെത്തി അത് സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ് വേണ്ടത്. എന്നാൽ ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ കാണിച്ചാലും പോലും നമുക്ക് ഒരു ട്രേഡിൽ എൻ്റർ ആവാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ തുടർന്ന് ഈ ലെവലാണ് ടാർഗറ്റായി പ്രതീക്ഷിക്കേണ്ടത്. അതിന് താഴെ ക്ലോസ് ചെയ്യുകയാണ് ഒരു 15 മിനിറ്റ് ക്യാനിലെങ്കിൽ തുടർന്ന് ഈ സപ്പോർട്ടിലേക്ക് മൂവ് ചെയ്തേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിഫ്റ്റിയിലെ ലെവലുകൾ. ബാങ്ക് നിഫ്റ്റിയിലും കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ 53,400 ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് റെസിസ്റ്റൻസുകൾ സപ്പോർട്ടുകൾ എല്ലാം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്, അവയ്ക്കൊന്നും മാറ്റങ്ങളില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്, എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകൾ മുകളിൽ രേഖപ്പെടുത്തിയത് അവയെല്ലാം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് തന്നെയാണ്. അതുകൊണ്ട് വെറുതെ സമയം നിങ്ങളുടേത് കളയണ്ട എന്ന് കരുതി വീഡിയോ വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് വിടുകയാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ ഒന്ന് അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്, എന്നാൽ അതിന് താഴോട്ട് വീണ്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഇവിടെ ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. സെൻസെക്സിലും പറഞ്ഞതുപോലെ തന്നെ മറ്റ് ഇൻഡെക്സിലെ പോലെ തന്നെ കാര്യമായ വ്യത്യാസങ്ങളില്ല. 81,526 എന്ന പ്രധാന സപ്പോർട്ട് ലെവലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മൈനർ റെസിസ്റ്റൻസായി 81,935 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ലെവലുകൾക്കൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്ന അതേ ലെവലുകൾ തന്നെയാണ്. അപ്പോൾ പതിവ് പോലെ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചാൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്, എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. ഇതിന് മുകളിലുള്ള ലെവലുകളെല്ലാം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട ലെവലുകൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇതിന് താഴെ 81,144 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്, എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തീർച്ചയായും ഈ സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള 3 ഇൻഡെക്സുകളിലെയും ട്രേഡിംഗ് പ്ലാന്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടിന് മാത്രമാണ് ചെറിയ ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യം ലഭിക്കേണ്ട മൈനർ റെസിസ്റ്റൻസ് എന്ന ലെവലും ഒരു ചെറിയ പുതിയ ഒരു ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമേ ആകെ എല്ലാ ഇൻഡെക്സുകളിലും വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പതിവ് പോലെ തന്നെയാണ്.
അപ്പോൾ കുറച്ചും കൂടി വിശദമായി കേൾക്കണമെന്ന് തോന്നുകയാണ് ആർക്കെങ്കിലുമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. സമയം ലാഭിക്കാം എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ഷോർട്ടായിട്ട് വളരെ വേഗത്തിൽ ഈ ലെവലുകൾ രേഖപ്പെടുത്തി പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഞാൻ ആർക്കും ഒരു ട്രേഡ് ചെയ്യാനുള്ള ഒരു സജഷനൊന്നുമല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാനാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഞാനല്ലാതെ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. ഗുണമെങ്കിൽ നല്ലത്, അങ്ങനെയെങ്കിൽ ഗുണകരമാണ് നമ്മുടെ ചാനലിലെ ലെവലുകൾ എന്ന് തോന്നുകയാണെങ്കിൽ മറ്റ് സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇത് ഉപയോഗിക്കുന്നവരുടെ കാര്യത്തിൽ പൂർണ്ണമായും റിസ്ക് അവരുടെ തന്നെയാണ്. എനിക്ക് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ പ്ലാൻ പ്രസൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ചാനൽ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്